അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യുദ്ധത്തിന് പോകുന്ന ആളെ റെഡിയാവാൻ സഹായിക്കുന്നവനോ അതല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ആളുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അവൻ്റെ ആശ്രിതരെയോ സഹായിക്കുകയോ ചെയ്യുന്നതിൻ്റെ മഹത്വം. ഫദ്ലി മൻ ജഹസ ഗാസിബൻ ഔ ഖലഫഹു ബിഖൈരിൻ. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഗാസി അതായത് ഗസുവത്തിന് പോകുന്നവൻ, യുദ്ധത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവൻ അവനെ റെഡിയാവാൻ സഹായിച്ചാൽ യുദ്ധം ചെയ്യുന്നവൻ്റെ തന്നെ കൂലി കിട്ടുന്നതാകുന്നു. അതുപോലെ തന്നെ ഗാസിയുടെ ആശ്രിതരെ, ഇപ്പോൾ വീട്ടിൽ ഉമ്മ വയസ്സായവരുണ്ടാവും, അതല്ലെങ്കിൽ മക്കളുണ്ടാവും, ഭാര്യ, ഇവരെയൊക്കെ സഹായിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുടെ കുടുംബത്തെ സഹായിച്ചാൽ അല്ലെങ്കിൽ ആശ്രിതരെ സഹായിച്ചാൽ അവനും യുദ്ധം ചെയ്തവൻ്റെ കൂലി തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് നേടാവുന്നതാണ്. ഹദ്ദസനി സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ജഹസ ഗാസിയൻ ഫീ സബീലില്ലാഹി ഫഖദ് ഗസ വമൻ ഖലഫ ഗാസിയൻ ഫീ സബീലില്ലാഹി ബിഖൈരിൻ ഫഖദ് ഗസ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഏത് വീട്ടിലും കയറാറുണ്ടായിരുന്നു, മുസ്ലിമിൻ്റെ ഭാര്യമാരുടെ വീടൊഴികെ. അദ്ദേഹത്തിനോട് അതെന്താണ് അങ്ങനെ, അവരുടെ വീട്ടിൽ മാത്രം പോകാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവളോട് ദയ തോന്നുന്നു, കാരണം അവളുടെ സഹോദരൻ കൊല്ലപ്പെട്ടത് എൻ്റെ മുമ്പിലാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സങ്കടം പോലെ അവരെ കാണുമ്പോൾ. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യദ്ഖുലു ബൈതൻ ബിൽ മദീനത്തി ഗൈറ ബൈതി ഉമ്മി സുലൈം ഇലാ സുവാജിഹി ഫഖീല ലഹു ഫഖാല ഇന്നി അർഹമുഹാ ഖുതില അഖൂഹാ മഈ. ഹാനൂത്ത് ഒരുതരം സുഗന്ധാണ്, അത് പുരട്ടുന്നത് യുദ്ധത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ. അത്തഹന്നുത്തി ഇൻദൽ ഖിതാൽ. ഇബ്നു ഔൻ വിശദീകരിക്കുന്നു, ഒരിക്കൽ മൂസാ ബിൻ അനസ് യമാമ യുദ്ധം വിശദീകരിക്കുകയായിരുന്നു. അതായത് അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത്, അന്നില്ലായിരുന്നവർക്കോ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കോ ഒക്കെ അല്ലെങ്കിൽ താബീയങ്ങൾക്കോ. അതിൽ വിശദീകരിക്കുകയാണ്, അനസ് ബിൻ മാലിക് സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ തുണി തൊടയുടെ മുകളിലേക്ക് പൊക്കി വെച്ചു. എന്നിട്ട് അവിടെ ഹാനൂത്ത് മേത്ത് തേക്കിയായിരുന്നു. അപ്പോൾ കാലിൻ്റെ തൊടയിലോ എവിടെയെങ്കിലുമൊക്കെ ഹാനൂത്ത് തേക്കുന്നു എന്ന് വിചാരിക്കുക. അനസ് ചോദിച്ചു, അല്ലേ മാവ, അതായത് കൊച്ചാപ്പ, മൂത്താപ്പ, മാമ എന്ത് വേണമെങ്കിലും ആവാം, നീ എന്താ യുദ്ധത്തിന് പോകാത്തത്, അല്ലെങ്കിൽ നിന്നെ എന്താണ് യുദ്ധത്തിൽ നിന്ന് തടയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൊച്ചെ എന്ന് വെച്ചാൽ ചേട്ടനീൻ്റെ മക്കളെ, പെങ്ങളുടെ മക്കളെ, എന്ത് വേണമെങ്കിലും ആവാം, ഞാൻ വരുവാണല്ലോ ഇപ്പം തന്നെ. എന്നിട്ട് അദ്ദേഹം ഹാനൂത്ത് പുരട്ടിക്കൊണ്ടേ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം വന്നു, നിരനിരയായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇരുന്നു. അനസ് അതിനുശേഷം പറഞ്ഞു, ആളുകൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. അപ്പം സാബിത്ത് പറഞ്ഞു, എനിക്ക് വഴി മാറിത്തരൂ, ഞാൻ ശത്രുവുമായി യുദ്ധം ചെയ്യട്ടെ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് ഓടിപ്പോവാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓടിപ്പോവാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എന്തൊക്കെ ചീത്ത രീതികളാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ഓടിപ്പോവുക എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമാണ്, ഇസ്ലാമിൽ പുറത്തു തരാത്ത ഒരു കുറ്റവും ആണ്. ഇവർ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിട്ട് ഓടിപ്പോണ പരിപാടി ഞങ്ങളത് ചെയ്യില്ല എന്ന്. ഹദ്ദസന ഇബ്നു ഔനിൻ അൻ മൂസ ഇബ്നു അനസ് ഖാല ദക്കറ യൗമൽ യമാമത്തി ഖാല അതാ അനസ് ഇബ്നു മാലിക് സാബിത്ത് ഇബ്നു ഖൈസ് വഖദ് ഹസറ അൻ ഫഖിദൈഹി വഹുവ യതഹന്നതു ഫഖാല യാ അമ്മി മാ യഹ്ബിസക അല്ലാ തജീഅ ഖാല അനാ യാ ഇബ്ന അഖി ജഅല യതഹന്നതു യാനി മഅൽ ഹനൂത്തി ثم جاء فجلس فذكر في الحديث انكشافا من الناس فقال هكذا عن وجوهنا حتى نضارب بالقوم ما هكذا كنا نفعل مع رسول الله صلى الله عليه وسلم بئس ما قوتم അക്റാനക്കും. സ്വന്തം പറ്റാവുന്നതാണ് യുദ്ധത്തിന് പോകുമ്പോൾ. തിരിച്ചറിയുന്നവൻ്റെ മഹത്വം. ഫളി ത്വലിയത്തി. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അതായത് സ്പൈ അല്ലെങ്കിൽ യുദ്ധവിവരങ്ങൾ
കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾ, അങ്ങനെയൊക്കെയുള്ള ആളെ ആണ് തിരിച്ചറിയുന്നവൻ എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ശത്രുക്കൾ എത്ര പേരുണ്ട്, എവിടെയുണ്ട്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കഴിവ് എന്തൊക്കെയാണ്, നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആവശ്യമുള്ള അടിസ്ഥാന വിവരങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു ഐഡിയ ഇല്ലാതിരിക്കും യുദ്ധത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ മാച്ചാണെങ്കിൽ പോലും അവരുടെ സൈഡ് കിക്ക് അല്ലെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ഗോളി ഇവരുടെയൊക്കെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് പൊതുവേ വലിയ വലിയ കളിക്കാരൊക്കെ ഇതിനു മുമ്പ് അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ രീതി എന്താണ് എന്ന് പഠിച്ചിട്ടാണ് കളിക്കൊക്കെ പോകുന്നത്. അതേപോലെ തന്നെ അവരെ പറ്റി മനസ്സിലാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത്. ത്വലിയത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ശത്രുവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ആര് കൊണ്ടുവന്ന് തരും? അപ്പോൾ സുബൈർ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ശത്രുവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ആര് കൊണ്ടുവന്ന് തരും? അപ്പോൾ സുബൈർ വീണ്ടും പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും ഖവാരിജുകളുണ്ട്, അതായത് അവരുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർ എന്നൊക്കെ പറയുന്ന പോലെ ഈസാ അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാരെ ഖവാരിജുകൾ എന്നായിരുന്നു പറയുക. അപ്പോൾ അതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും ഖവാരിജ് ഉണ്ട്, എൻ്റെ ഖവാരിജ് അസുബൈർ ആകുന്നു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഅതീനി ബിഖബരിൽ ഖൗം യൗമൽ അഹ്സാബി ഫഖാല സുബൈറു അന ثم قال من يأتيني بخبر القوم قال الزبير أنا فقال النبي صلى الله عليه وسلم إن لكل النبي حواريا وحواري الزبير. സ്കൗട്ട് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക. അതായത് ചുറ്റിപ്പറ്റി നടന്ന് വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾ, സ്കൗട്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ ഒറ്റയ്ക്ക് വിടാമോ? ഹൽ യുബഅസു അത്തലയ്യതു വഹ്ദഹു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് വിളിച്ചു പറഞ്ഞു. സദഖ. റിപ്പോർട്ടർമാരിൽ ഒരാൾ വിശദീകരിക്കുന്നു, മിക്കവാറും അൽ ഖന്ദഖ് അതായത് കിടങ്ങിൻ്റെ യുദ്ധത്തിൻ്റെ ദിവസമായിരിക്കണം അത് സംഭവിച്ചത്. അസുബൈർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകി. അതായത് എനിക്ക് ശത്രുവിൻ്റെ വിവരങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുതരാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വീണ്ടും വിളിച്ചു. അസുബൈർ അതിന് വിളി കേട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും ഖവാരിജുകളുണ്ട്, അതായത് ശിഷ്യന്മാർ. എൻ്റെ ഖവാരിജ് എന്ന് പറയുന്നത് അസുബൈർ ഇബ്നുൽ അവ്വാം ആകുന്നു. സമിയ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല നദബ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഖാല സദഖതു അളുന്നു യൗമൽ ഖന്ദഖ് فانتبذ الزبير ثم ندب الناس فانتدب الزبير ثم نبذ الناس فانتدب الزبير ثم ندب الناس فانتدب الزبير فقال صلى الله عليه وسلم إن لكل نبي حواريا وحواري الزبير ابن العوام. രണ്ടാളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് സഫർ അൽ ഇത്നൈൻ. മാലിക് ഇബ്ൻ അൽ ഹുവൈരിസ് വിശദീകരിക്കുന്നു, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് പിരിഞ്ഞു പോയപ്പോൾ, അതായത് വിവരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക. നിങ്ങളിൽ പ്രായം കൂടിയ ആളാരാണോ അയാൾ ഇമാമായി നിൽക്കട്ടെ നമസ്കാരത്തിൽ. അൻ മാലിക് ഇബ്നുൽ ഹുവൈരിസി ഖാല ഇൻസറഫ്തു മിൻ ഇൻദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലനാ അന വസാഹിബുൽ ലി അദ്ദന വഖീമ വൽ യഉമ്മക്കുമാ അക്ബർക്കുമാ. നല്ല ഉദ്ദേശം അല്ലെങ്കിൽ നന്മ അത് എന്നും നിലനിൽക്കും, സ്ഥിരമായൊരു ഗുണമായിട്ട് തന്നെ നിലനിൽക്കും. കുതിരകളുടെ മേളിൽ, കുതിരകളുടെ കുടുമയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് കഴുത്തിലുള്ള രോമം. അപ്പോൾ അതുപോലെ മനോഹരമായി എലി തെളിഞ്ഞ് നിൽക്കുന്ന കുതിരയുടെ ഒരു ഒറ്റ നോട്ടത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വാലും കുടുമയും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ സ്ഥിരമായി നല്ല ഗുണമായി നിലനിൽക്കും. പ്രത്യേകിച്ചും അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉപയോഗിച്ചതാണെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അൽ ഖൈലു മഅഖൂദുൻ ഫി നവാസിയ അൽ ഖൈറു ഇലാ യൗമിൽ ഖിയാമ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നന്മകൾ എന്നെന്നും നിലനിൽക്കും, അതൊരു സ്ഥിരമായ ഗുണമായിട്ട്. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരകളുടെ പൂഞ്ചിയിൽ അല്ലെങ്കിൽ കഴുത്തിലുള്ള രോമം പോലെ ആയിരിക്കും. അൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൈലു ഫീ നവാസിഹാ അൽ ഖൈറു ഇലാ യൗമിൽ ഖിയാമ. ഉർവ ബിൻ അൽ ജഅദ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്,
നന്മ എന്നെന്നും നിലനിൽക്കും. അതൊരു സ്ഥിരമായ അല്ലെങ്കിൽ സ്ഥായിയായ ലക്ഷണമായിരിക്കും, ഗുണമായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരകളുടെ കഴുത്തിലെ രോമങ്ങൾ പോലെ ഖിയാമത്ത് നാൾ വരെ. عن عروة بن الجعدي عن النبي صلى الله عليه وسلم قال الخيل معقود في نواصيها الخير إلى يوم القيامة. ആവർത്തിച്ചൊരുന്ന ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കുതിരയുടെ പൂഞ്ചിയിലെ രോമം അതല്ലെങ്കിൽ കഴുത്തിലെ രോമങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. അത് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ. അൻ അനസ് ബിൻ മാലിക്കിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറകതു ഫീ നവാസിൽ ഖൈൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് ചെയ്യേണ്ടതാകുന്നു. ഒരു മുസ്ലിം ഭരണാധികാരി അതിനുവേണ്ടി വിളിച്ചാൽ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അത് കാഴ്ചയ്ക്ക് അതെങ്ങനെ തോന്നിയാലും. അൽ ജിഹാദു മാദിൻ മാൽ ബർരി വൽ ഫാജിരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും അത് ഉറപ്പിക്കുന്നു. നന്മ എന്നെന്നും നിലനിൽക്കും. അതൊരു സ്ഥിരമായ ഗുണം ആയിരിക്കും. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരയുടെ പൂഞ്ചി രോമങ്ങൾ പോലെ അല്ലെങ്കിൽ കഴുത്തിലെ രോമങ്ങൾ പോലെയായിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ലിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൈലി മഖൂദുൻ ഫീ നവാസിഹ അൽ ഖൈറു ഇലാ യൗമിൽ ഖിയാമ. ഉർവ അൽ ബാരിഖി വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നന്മ എന്നെന്നും നിലനിൽക്കും, സ്ഥായിയായ ഒരു ഗുണം ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കുതിരകളുടെ പൂഞ്ചിരോമങ്ങളിൽ അല്ലെങ്കിൽ കഴുത്തിലെ ആ രോമങ്ങളിൽ അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. കാരണം അതിൽ നിന്ന് പരലോകത്ത് പുണ്യം കിട്ടും അല്ലെങ്കിൽ പ്രത്യുപകാരം കിട്ടും, ഈ ലോകത്തിൽ യുദ്ധ മുതലുകളും കിട്ടും. ഹദസന ഉർവത്തുൽ ബാരിഖിയു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഖൈലു മഖൂദുൻ ഫീ നവാസിഹൽ ഖൈറു ഇലാ യൗമിൽ ഖിയാമത്തി അൽ അജ്റു വൽ മഗ്നമു. കുതിരയെ വയ്ക്കുന്ന ആൾക്ക് കിട്ടുന്ന മഹത്വം, അല്ലെങ്കിൽ ഒരു കുതിരയെ വളർത്തിയാൽ അല്ലെങ്കിൽ നോക്കി നടത്തിയാൽ ഉള്ള മഹത്വം, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആണെങ്കിൽ. അള്ളാഹു ജല്ല ജലാലിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർക്കെതിരിൽ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം സർവശക്തിയും ഉപയോഗിച്ച് തയ്യാറെടുക്കുക, യുദ്ധത്തിന് ആവശ്യമായ കുതിരകൾ ഉൾപ്പെടെ. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ കുതിര എന്നൊക്കെ പറഞ്ഞാൽ അത് യുദ്ധ ടാങ്കുകൾ, വിമാനങ്ങൾ, മിസൈല്, തോക്കുകൾ, അങ്ങനെ എല്ലാം വരും. പണ്ട് ഒരു ഭാഷയിൽ പറയുമ്പോൾ കുതിര എന്ന് പറഞ്ഞങ്ങ് നിർത്തും, കാരണം അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. 8-ാമത്തെ സൂറത്ത് 60-ാമത്തെ ആയത്ത്. ലി ഖൗലി അസ്സ വജല്ല വമിർ റിബാത്തിൽ ഖൈൽ അൽ അൻഫാൽ 60. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുതിരയെ വളർത്തിയാൽ അല്ലെങ്കിൽ നോക്കി നടത്തിയാൽ അവൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനത്തിലുള്ള വിശ്വാസവും കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അള്ളാഹു എനിക്കത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവന് ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം പ്രതിഫലമായി കിട്ടും. എന്തൊക്കെയാണോ ആ കുതിര തിന്നത്, എന്തൊക്കെയാണോ ആ കുതിര കുടിച്ചത്, കുതിരയുടെ ചാണകം, എത്രമാത്രം ചാണകം ആ കുതിര ഇട്ടിട്ടുണ്ടോ, എത്രമാത്രം മൂത്രം ആ കുതിര ഒഴിച്ചിട്ടുണ്ടോ, അതെല്ലാം ഖിയാമത്ത് നാളിൽ തുലാസിൽ വച്ച് തൂക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു കുതിരയെ വളർത്തിയാൽ കുതിരയെ മാത്രമല്ല, അത് അങ്ങോട്ടെടുത്തതും അത് പുറത്തേക്കിട്ടതും ഒക്കെ കൂടിയിട്ട് തൂക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മലയായിരിക്കും ഒരു കുതിര എന്ന് പറയുന്നത്, നമുക്ക് ഊഹിക്കാം. سمع أبا هريرة رضي الله عنه يقول قال النبي صلى الله عليه وسلم من اشتبس فرسا في سبيل الله إيمانا بالله وتصديقا بوعده فإن شبعه وريه وروثه وبوله في ميزانه يوم القيامة. ഒരു കുതിരയോ അല്ലെങ്കിൽ ഒരു കഴുതയെയോ പേരിട്ട് വിളിക്കുന്നത് ഇസ്മിൽ ഫറസി വൽ ഹിമാരി. അബ്ദുല്ലാഹിബ്ന് അബി ഖതാദ വിശദീകരിക്കുന്നു, അബൂ ഖതാദ പുറത്തേക്ക് പോയി ഒരു യാത്രയിലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു യാത്ര പോയത്. പക്ഷേ അദ്ദേഹം കുറച്ച് പുറകിലായിപ്പോയി കുറച്ച് കൂട്ടുകാരോടൊപ്പം. അവരെല്ലാവരും ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ ആയിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം ഇഹ്റാമിൽ ആയിരുന്നില്ല. അപ്പോൾ കുറേ പേര് ഇഹ്റാം കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേര് കെട്ടിയിട്ടില്ല. അവർ ഒരു കാട്ടുകുതിരയെ കണ്ടു.
അദ്ദേഹം കണ്ടില്ല. അപ്പോൾ ഇഹ്റാമിലുള്ളവരാണ് കണ്ടത്. നമ്മളിത് മുഹരിമിൻ്റെ അല്ലെങ്കിൽ ഇഹ്റാമിലുള്ളവർ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെയൊക്കെയുള്ള ഹജ്ജ് ഉംറയുടെ കിതാബിൽ കണ്ടിട്ടുണ്ട്, വേട്ടയാടാൻ പാടില്ല എന്ന്. അപ്പോൾ അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇഹ്റാമിലുള്ള ആളുകൾ കാട്ടുകുതിരയെ കണ്ടു, പക്ഷേ അത് ഞാൻ കാണുന്നതിന് മുമ്പാണ് അവർ കണ്ടത്. അവർ കണ്ടുവെങ്കിലും അവരതിനെപ്പറ്റി മിണ്ടിയില്ല. അതായത് അബൂ ഖത്താദയോട് പറയുക, അതേ ഒരു കഴുത, കാട്ടുകഴുത എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അബൂ ഖത്താദ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വയം അതിനെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് ഓടിച്ചു പോയി. അൽ ജറാദ് വിളിച്ചു പറഞ്ഞു, ആ ചാട്ട ഇങ്ങെടുത്ത് തന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരപ്പുറത്താണ് താഴെ നിന്ന് എടുത്തു കൊടുക്കാൻ എന്താണെന്നാണ് പറയുന്നത്. അദ്ദേഹം നിരസിച്ചു, കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം സ്വയം താഴെ ഇറങ്ങി വന്നു. അബൂ ഖത്താദ കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങി എടുത്ത് പോയി കാട്ടുകഴുതയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ അറുത്തു. അദ്ദേഹം ആ മാംസം ഭക്ഷിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഇഹ്റാമിലുള്ളവരും ആ മാംസം ഭക്ഷിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം ആയി, പണി പാളിയോ എന്ന്. അങ്ങനെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഇറച്ചി ബാക്കി വല്ലതും ഉണ്ടോ? അബൂ ഖത്താദ പറഞ്ഞു, ഉവ്വ, ഞങ്ങളോടൊപ്പം അതിൻ്റെ ഒരു കാല് ബാക്കിയുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു, അതിൽ നിന്നും ഭക്ഷിച്ചു. അത് നമുക്കറിയാം, ഇഹ്റാമിലുള്ളവർ വേട്ടയാടാൻ പാടില്ല, വേട്ടയാടുന്നവരെ ഒരു രീതിയിലും സഹായിക്കാനും പാടില്ല, കാണിച്ചു കൊടുക്കുക പോലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇഹ്റാമിലല്ലാത്തവർ അതിനെ വേട്ടയാടി പിടിച്ചു, അത് ആഹാരമായി ഇഹ്റാമിലുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ വിശദമായി ഉംറയുടെ കിതാബിൽ കണ്ടതാണ്, ആവർത്തിച്ചു വരുന്ന ഹദീസാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ഖതാദത അൻ അബീഹി അന്നഹു ഖറജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖല്ലഫ അബൂ ഖതാദത മഅ ബഅദി അസ്ഹാബിഹി വഹും മുഹ്രിമൂന വഹുവ ഗൈറു മുഹ്രിമിൻ ഫറഔ ഹിമാറ വഹ്ശിൻ ഖബ്ല അൻ യറാഹു ഫലമ്മാ റഔഹു തറകൂഹു ഹത്താ റആഹു അബൂ ഖതാദത فركب فرسا له يقال له الجرادة فسألهم أن يناولوه صوته فأبوا فتناوله فحمل فأقره ثم أكل فأكلوا فندموا فلما أدركوه قال هل معكم منه شيء قال معنا رجله فأخذها النبي صلى الله عليه وسلم فأكلها. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.